ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ? അപ്പോൾ ഞങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ മോളാണ് കേട്ടോ എല്ലാം സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നില്ല. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഉരുളിയിൽ ഒരു യെല്ലോ കളറ് ഷോളാണ് കേട്ടോ, അത് നല്ലപോലെ കെട്ടിയ ഈ അലുമിനിയം പാത്രമായിരുന്നേ. അപ്പോൾ അതൊന്നും മറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ മൺചിരാത് ഇരിപ്പുണ്ടായിരുന്നു, ഒരു 10-15 ഉണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ചെടുത്തു ഞാനും മോളും കൂടെ. അപ്പോൾ എല്ലാത്തിനും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഉറങ്ങിയൊന്നുമില്ല, എന്നും നേരത്തെ ഉറങ്ങുന്ന ആൾ ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇന്ന് തിരക്കുള്ള ദിവസമാണ്. അവർക്ക് അങ്ങാടി പൂജാ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പിലാണ്. അപ്പോൾ തിരക്കുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. പിന്നെ പച്ചക്കറിയൊക്കെ അന്നേരമാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്, പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ. അപ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആദ്യം ഞങ്ങളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല കേട്ടോ. അപ്പം അതിനകത്താക്കിയാണ് ഞാൻ കെട്ടേ, ആ പുറമേ ഷോള് കിട്ടിയത് ഉള്ളിലേക്കാക്കിയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടത് ശരിക്കും വെക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു, ഉള്ളിൽ പച്ചക്കറിയൊന്നുമേ. പിന്നെ അത് ഞങ്ങൾ പിന്നെയും മാറ്റി അതിനുള്ളിൽ അരി നിറച്ചു. ഷോള് വിരിച്ചിട്ട് അതിനുള്ളിൽ അരി നിറച്ചു കേട്ടോ. അരി നിറച്ചിട്ട് അതിന് മുകളിലാണ് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ അടുക്കി വെച്ച്. അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്തേ. അത് കഴിഞ്ഞ് പിന്നെ വാൽക്കണ്ണാടി വെച്ചു. പിന്നെ നാരായണീയത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എങ്കിലും കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ അതിൽ നിന്നുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അതും ഒരു സാമ്പ്രാണിയുടെ ഒരു ഇതും കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മണമൊക്കെ ഉള്ളൊരു സാമ്പ്രാണിയാണ്. ഞാൻ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും അതും അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ കസവ് പുടവ് വെച്ചിട്ടുണ്ട്, ഗോൾഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ചിരാതിലൊക്കെ ഞാൻ തിരിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എളുപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ അത് തിരിയൊക്കെ എടുത്ത് എണ്ണ ഒഴിച്ച് വരുമ്പോൾ സമയമെടുക്കും. ഇതാകുമ്പോൾ ഓരോ തിരി മാറ്റിയിട്ട് എണ്ണ ഒഴിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഞാൻ തിരിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. പിന്നെ കണിക്കൊന്ന വെച്ചിട്ടുണ്ട്. കണിക്കൊന്നപ്പോൾ എനിക്ക് കുറേ അധികം കിട്ടി കേട്ടോ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇല്ലായിരുന്നു, ഇപ്രാവശ്യം എന്തായാലും എനിക്ക് അധികം കിട്ടിയായിട്ട് വന്നപ്പോഴും കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ഇതിലൂടെ ഞങ്ങളുടെ വീടിനടുത്തൂടെ പിള്ളേർ സെറ്റ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു കെട്ട് 40 രൂപയും കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതുണ്ട്, ഈ 2 സൈഡിലും കെട്ടിയിട്ടിരുന്നത് 40 രൂപയുടെയാണ് കേട്ടോ. നല്ല പൂവും ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അച്ഛനും മോളും ആ സമയം കഴിക്കുന്നുണ്ട് കേട്ടോ, ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കണിയുടെയൊക്കെ ഏകദേശം ഒരുക്കി വെച്ചു. പിന്നെ വിളക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, വിളക്ക് ഞാൻ കഴുകി വെച്ചേക്കാം. അപ്പോൾ ഇച്ചിരി വെള്ളം തോരട്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പൈസയൊക്കെ വെച്ചു, നാണയം വെച്ചു. അങ്ങനെ മോളെ റെഡിയാക്കി. മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമായിരുന്നു കേട്ടോ. ഉറക്കത്തിൻ്റെ ഒരു ലെവലേശം പോലും ഇല്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഞങ്ങളപ്പോൾ പറയുന്നുണ്ട് കണി കണ്ടേച്ച് പോയി കിടന്ന് ഉറങ്ങാം, ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് തന്നെ. അത്രയും സമയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ കണിയെ? ഞാൻ എന്താ പറയുക, ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ പറയുക, നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. എല്ലാം ഒരുക്കി കഴിഞ്ഞപ്പം നല്ല രസം തോന്നി കേട്ടോ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു മുണ്ട് എടുത്ത് സെറ്റ് ചെയ്യുക കേട്ടോ ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് താന്നു പോയി, പിന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഒട്ടിച്ച് അതങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ മേശയിലാണ് നമ്മൾ കണി വെച്ചിരിക്കുന്നത്. താഴെ എവിടെയെങ്കിലും വെച്ചാൽ മോള് പോയി അത് പിറക്കുമല്ലോ എന്ന് വിചാരിച്ച് മേശയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നാലും ആൾ വിചാരിച്ചാൽ കൈ എത്തുന്ന പോലെ എടുക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞങ്ങൾ പോയി കിടന്നേ. അപ്പോൾ തന്നെ ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വെളുപ്പിനെ 5 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത്. 5 മണിക്ക് ഞാൻ എണീറ്റു, കണ്ണനെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ പോയി കാലും കൈ മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് വിളക്ക് കൊളുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കുളിച്ചിട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തണുപ്പായതുകൊണ്ട് ഞാൻ എന്നെ കുളിച്ചൊന്നുമില്ല, കാലും കൈയൊക്കെ കഴുകി അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പോയി മോളെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ തലേന്ന് കിടത്തിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വന്ന് വിളിക്കും, നടന്ന് വന്ന് കണി കണ്ടോണോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ് വന്നു, പക്ഷെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നേ, വെട്ടം മുഖത്തേക്ക് അടിക്കുമ്പോഴേ. അങ്ങനെ അത് കഴിഞ്ഞ് മോളെ കൊണ്ട് സോഫയിൽ ഇരുത്തിയിട്ട് ഏട്ടനെ വിളിക്കാൻ പോയിട്ടോ. ഏട്ടനും വന്ന് കണിയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മോളാണെങ്കിൽ ഉറക്കത്തിൻ്റെ മൂഡിലായിരുന്നു കേട്ടോ. ഉറക്കപ്പിച്ചായിരുന്നു, ഉറക്കത്തിൽ നിന്ന് വിളിച്ചേപ്പിച്ചുകൊണ്ട് വന്നതല്ലേ, താമസിച്ചുവാണല്ലോ കിടന്നത്, അതുകൊണ്ടൊരു കിറിങ്ങിയ അവസ്ഥയായിരുന്നു. പിന്നെ ഏട്ടന് കൈനീട്ടം കൊടുക്കാനായിട്ട് എടുത്ത് വിഷു കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആക്റ്റീവ് ഒന്നും അല്ല, ഒരു ഉറക്കവട്ടാണ്, ഒഴുകിയ വട്ടാണ്. എന്നാലും കൈനീട്ടമൊക്കെ വാങ്ങിച്ചു കേട്ടോ. 2 കൈ നീട്ടി കൈനീട്ടമൊക്കെ വാങ്ങിച്ചു. പൈസ ചുരുട്ടി വെച്ചു. അത് പോക്കറ്റിൽ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കും കൈനീട്ടം തന്നു കേട്ടോ.
അപ്പം ഞാനും അത് ചുരുട്ടി പിടിച്ചു. പിന്നെ അവർ പോയി കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയം ഞാൻ പോയി അടുക്കളയിൽ പാചകം ചെയ്തു കേട്ടോ. കാരണം മോൾക്ക് അംഗനവാടിയിൽ ഫോട്ടോ ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നേ, വിഷുവിൻ്റെ സദ്യ കഴിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ക്യാബേജ് തോരൻ വെച്ചു, പിന്നെ അച്ചിങ്ങപ്പയറാണ് കേട്ടോ, അത് മെഴുക്കുവരട്ടി വെച്ചു, സാമ്പാർ വെച്ചു, പപ്പടം കാച്ചി, കഞ്ഞി തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ കഞ്ഞി തിളപ്പിച്ച്, അതായത് തിളച്ച് പിന്നെ ഞാൻ അതെടുത്ത് വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ റെഡിയായി അമ്പലത്തിൽ പോകാനായിട്ട് ഒരുങ്ങുവാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായി. ഇപ്പോൾ മോളുടെ മുഖത്ത് പൗഡർ ഞാൻ തൂത്ത് കളഞ്ഞില്ലായിരുന്നേ, കണ്ണെഴുതിയിട്ട്, അപ്പോൾ അത് തൂത്ത് കളയുവാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോകുന്ന കട്ടപ്പനയിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം മോളെയും കൊണ്ട് ഞാൻ പോയത് ഇവിടെ ഇടുക്കി കവലയിലുള്ള ദേവീക്ഷേത്രത്തിലാണ്, ലക്ഷ്മീനാരായണ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒത്തിരി നാളായല്ലോ, അമ്പലക്കവലയിലാണ് അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പോകാനും ഒറ്റയ്ക്ക് പോകാനും പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയേ. അപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ പറ്റുന്നില്ലേ, നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ അവിടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം തന്നെ ഒരു 9 മണി ആ സമയമായിട്ട്, എന്നാലും മലയുടെ മുകളിൽ കണ്ടു എന്തൊരു മഞ്ഞാന്ന് നോക്കി, നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിലാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് കണ്ടോ, രാവിലെ തൊട്ട് ക്യൂ ആയിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ വാതിക്കൽ കടയിലുള്ള ചേട്ടൻ പറഞ്ഞു ഭയങ്കര ക്യൂ ആയിരുന്നു എന്ന് പറഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി കേട്ടോ. തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ നിൽക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തൊഴുതിറങ്ങി പോവായിരുന്നേ. അപ്പം അങ്ങനെ പിന്നെ കുറേ പേര് അവിടെ ഒരു ആളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളിൽ ഇങ്ങനെ മണിയൊക്കെ കെട്ടി ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നേ, പട്ടും പിന്നെ ഈ കൊടിമരത്തിൽ ഉത്സവത്തിനൊക്കെ ഇടുന്ന ഇതുണ്ടല്ലോ, അതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ നടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ. അപ്പോൾ മോൾക്കാണെങ്കിലും നടക്കാൻ ഇഷ്ടം. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഭയങ്കര ചൂടായിരുന്നേ, ചൂട് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഓടിയെന്ന് പറഞ്ഞ പോലെ കേട്ടോ പ്രാർത്ഥിച്ച് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര ചൂടും വെയിലും എന്താ പറയുക, ആൾക്കാരുടെ തിരക്കും എല്ലാം കൂടി ആയിട്ടൊരു മടുത്ത് പോയി കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നേ, ഒരു തരത്തില്ല. പിന്നെ വഴിപാടിനൊന്നും കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് വേറെ താമസങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം കൊടുത്താലും കിട്ടാൻ പോകുന്നില്ല, കാരണം അത്രയും തിരക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആലിതാണ് കേട്ടോ, ആലും പ്ലാവും അരയാലും കൂടെ ആയിരുന്നു. അപ്പം മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വള്ളി ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്രാവശ്യം പട്ടൊക്കെ കുറവാണ്. ഞങ്ങൾ തൊഴുതിറങ്ങിയതാണ് അതിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കയറുന്നതാണ് അമ്പലത്തിൻ്റെ, 2 സൈഡിൽ നിന്നും കയറാം. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു, പായസം ഉണ്ടാക്കി കേട്ടോ. പായസം വെച്ചില്ലായിരുന്നു, ബാക്കിയെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കി, പിന്നെ മോൾക്ക് ഭക്ഷണം കൊടുത്തു. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഏട്ടനെ കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു.